എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഈവനിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ 400 ഗ്രാം വറുത്ത സേമിയ എടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഉരുകി വരുമ്പോൾ കാഷ്യൂ നട്ട്സും മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരി ഞാൻ കഴുകിയാണ് ഇട്ട് കൊടുത്തത്. വറുത്തെടുക്കാം. ആയിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു സവാളയും ചേർത്ത് വഴറ്റി കൊടുക്കാം. അതും ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി സേമിയ എടുത്ത ബൗളിൽ 1 ബൗൾ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഈ വെള്ളം തിളച്ച ശേഷം സേമിയ ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ്. വെള്ളമെല്ലാം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇത് വെന്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. അല്പസമയം കൂടെ അടച്ചു വയ്ക്കാം. ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. സേമിയ എടുത്ത ബൗളിൽ 1/2 ബൗളിൽ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം തേങ്ങയുടെ പച്ചമണം മാറാനായി അല്പസമയം അടച്ചു വയ്ക്കാം. ഒന്ന് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ നോക്കാം. വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും മുന്തിരിയും ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിനും താഴെയാണ്. ലേശം മല്ലിയില തൂവി കൊടുക്കാം.
ഒന്നുകൂടെ യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി അല്പസമയം അടച്ചു വയ്ക്കാം. വളരെ ടേസ്റ്റിയായ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഇടണം.